ഇനി സെയിം സെക്സ് അട്രാക്ഷനിലേക്ക് പോകാത്തവർ തന്നെ പലപ്പോഴും പല രീതിയിലുള്ള ഇതിൻ്റെ വികലതയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കടന്നു പോയ ആളുകൾ ധ്യാനം കൂടുന്നു, ധ്യാനത്തിൽ നിന്ന് അവർക്ക് കുറേ സൗഖ്യം കിട്ടുന്നു, അവർ ആത്മീയമായിട്ട് പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നു, പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്നു. ആദ്യത്തേക്കൊരു 1, 2, 3, 4 വർഷത്തോളം ചിലപ്പോൾ നല്ല രീതിയിൽ അവരുടെ ജീവിതം നല്ല ആത്മീയമായിട്ട് മുന്നോട്ട് കടന്നു പോകുന്നു. പിന്നീട് ജീവിതത്തിലെ സ്ട്രഗിൾസ് വരുന്നു, ഒറ്റപ്പെടൽ വരുന്നു, പല രീതിയിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ പഴയ മുറിവുകളുടെ ഉണങ്ങാത്ത അവസ്ഥകൾ പതുക്കെ മുകളിലേക്ക് കയറി വരുന്നു. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും നല്ല ആത്മീയതയിൽ നിന്നിരുന്ന പലരും പോർണോഗ്രാഫി, അതുപോലെ തന്നെ മാസ്റ്റർബേഷൻ, അല്ലെങ്കിൽ ഒരു സെയിം സെക്സ് അട്രാക്ഷൻ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആളുകളുമായിട്ടുള്ള, ഇപ്പോൾ വിവാഹം കഴിച്ചൊരു വ്യക്തിക്ക് മറ്റ് വ്യക്തിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇടവരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും പോകുന്നൊരു സാഹചര്യം ഇന്ന് ശക്തമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ്, പലരും ഇത് തുറന്നു പറയാനുള്ള ഫ്രീഡം ഇല്ല. ഒന്ന്, നമ്മളുടെ ഒരു ആത്മീയ മേഖലയിൽ ഒരാളോട് ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജഡ്ജി എന്ന രീതിയിലുള്ളൊരു അവസ്ഥ നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊരു സ്വകാര്യതയിൽ ഹൈഡ് ചെയ്തിട്ട് ഒരു ഡബിൾ ഫേസിൽ അല്ലെങ്കിൽ ഒരു ദ്വിമുഖ വ്യക്തിത്വമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ധാരാളമായിട്ട് ശക്തമായിട്ടുണ്ട്. അത് സാധാരണ നിലയ്ക്കുള്ള സാധാരണക്കാരിലും ഉണ്ട്, ആത്മീയമായി മുതിർന്നവരിലും പല വ്യക്തികളിലും കാണപ്പെടുന്നു, ലീഡേഴ്സിൽ കാണപ്പെടുന്നു, അങ്ങനെയുള്ള. പക്ഷേ ഇത് പലരും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. പക്ഷേ ഇന്നത്തെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു ശുശ്രൂഷയിലേക്ക് ഓരോരുത്തർക്കും വരാൻ ഇതൊരു വലിയ തടസ്സമായിട്ട് മാറുകയാണ്.